കാശുമില്ല റെന്റുമില്ല തൽക്കാലം അഡ്ജസ്റ്റ് ആവാൻ ചൂടുകലയിലൊഴിച്ച് ഞാൻ ദോഷിച്ചിട്ടോളാം ദോഷിച്ചിട്ടോളാം. എന്തായി? ഇതാ കഴിഞ്ഞ്. അല്ല നീ നേരത്തെ ആണോ? പണിയുണ്ട്. എന്താ സാം എവിടെയെങ്കിലും പോകുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, എന്താ? അവന്റെ കണ്ണാടിന് മുമ്പ് എന്നിട്ട് ഒരു സിമ്പിൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് കോപ്പറായി കാണിക്കുന്നുണ്ട്. ആണോ? ചോദിക്കാലോ, ചോദിച്ചോ. എവിടെ? ഇവിടെ ഉണ്ടായിരുന്നടാ, അതിനകത്തുണ്ടാവും. എടാ സാമേ, ഒന്ന് വന്നേ. എടാ ഞാനിപ്പോ വരാം, നിങ്ങൾ കഴിച്ചോണേക്കോടാ. രാവിലെ തന്നെ ചിലപ്പോ പത്രക്കാരനായിരിക്കും. നിന്നോട് ആ പത്രത്തിന്റെ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട് നീ കൊടുത്തില്ലേ? ഇത് മുഖ്യ ഒരു മണി കള്ളനോട് പറഞ്ഞത് ഞാൻ കൊടുത്താണ്. ഇത് വേറെ ആരാ? ഞാൻ നോക്കിയിട്ട് വരാം. ഗുഡ് മോർണിംഗ് ചേട്ടാ. എടാ ഒരു വണ്ടി വരാൻ പറഞ്ഞ കള്ള വണ്ടിയാണോ തരുന്നത്? ആ പോലീസുകാരനെ മാന്യനാണെന്ന് തോന്നുന്നുണ്ട് എന്നെ വെറുതെ വിട്ട് അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഇടാ. എന്നാ വിട്ട് ഹലോ. യോ ബിസ്ക്കറ്റ് ഞാൻ എടുക്കുന്നില്ല, നീ കഴിച്ചോ. എന്നാ ചമ്മന്തി കഴിക്കും. പക്ഷെ എന്തായാലും കാണിച്ച ഭയങ്കര മോശമായി പോയി. ചേട്ടനറിയോ, ചേട്ടനെ പറഞ്ഞു വിട്ടിട്ട് പോലീസുകാർ രാത്രി മുഴുവൻ എന്നെ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി. ഇടിച്ചാ? ഇല്ല, രാത്രി മുഴുവൻ നിർത്തി എന്നെ കൊണ്ട് മിമിക്രി ചെയ്യിച്ചു. മിമിക്രി ചെയ്ത് എൻ്റെ സൗണ്ട് മൊത്തം പോയി. രാത്രി ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിച്ചില്ല. നിന്റെ കയ്യിലിരിപ്പിന് പോരാ അല്ലേ? നീ ഇതെങ്ങോട്ടാണ്? അല്ല, എൻ്റെ അപ്പാപ്പൻ്റെ ഓർമ്മ ദിവസമാണ്. അതിന് എന്റെ അപ്പാപ്പൻ മരിച്ച? അപ്പാപ്പൻ മരിക്കാണ്ട് പിന്നെ ഓർമ്മ ദിവസം നടത്തുമോ? എന്ത്? എന്റെ അപ്പാപ്പൻ മരിച്ചിട്ടില്ലല്ലോ. ഞാൻ ഡെയിലി മൂപ്പർ ഓർക്കുന്നില്ലേ അല്ലേ? ചുമ്മാ നീ പോയിട്ടോ. എടാ സാമേ, സത്യം പറഞ്ഞോ, നീ അപ്പാപ്പന്റെ ഓർമ്മ ദിവസത്തിന് തന്നെയാണോ പോകുന്നത്? എന്താ? അല്ല, നിന്റെ വേഷം കണ്ടിട്ട് അപ്പാപ്പനെ കെട്ടിക്കാൻ പോകുന്ന പോലെ ഉണ്ട്. സാം നമ്മളോട് നോണെന്നും പറയില്ല. അത് ശരിയാണ്, നുണ പറയില്ല. നീ പോയിട്ട് വേണം. നിന്റെ അപ്പാപ്പന്റെ ദീർഘായുസിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. എടാ ഞാൻ കൊണ്ടേ വിടണോ? വേണ്ട, ഞാൻ പൊക്കോളാം. പാവം എൻ്റെ അപ്പാപ്പൻ അല്ലേ. ഒരു ദോശ കഴിക്കും അപ്പാനി, തടിയൊക്കെ നന്നായിട്ടിരിക്കട്ടെ. പോലീസൊക്കെ പിടിക്കുന്നതല്ലേ. കഴിക്കും, മിമിക്രി കാണിക്കണ്ടേ. സാം, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല. പിന്നെന്താ മുഖം വല്ലാതിരിക്കുന്നത്? കണ്ടിട്ട് ടെൻഷൻ എന്തോ ഉള്ള പോലെ. അത് ടെൻഷനൊന്നുമല്ല. ഞാനിതുവരെ എൻ്റെ ഫ്രണ്ട്സിനോട് കള്ളം പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്സിനോടൊന്നല്ല, ആരോടും അങ്ങനെ കള്ളം പറയാറില്ല. എന്നിട്ടിപ്പോൾ നുണ പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ അത് സാറില്ല. ഇനിയിപ്പോൾ ഓഡിഷൻ കഴിഞ്ഞ് സെലക്ട് ആകുമ്പോൾ എല്ലാവർക്കും നമുക്ക് സർപ്രൈസ് കൊടുക്കാം. സെലക്ട് ആവും? പിന്നെ അല്ലാതെ. അന്ന് നിന്റെ പെർഫോമൻസ് ഞങ്ങൾ കണ്ടതല്ലേ. നീ ടാലൻറ്റഡാ. എനിക്ക് നിന്റെ കഴിവിൽ നല്ല വിശ്വാസമുണ്ട്. എത്ര മണിക്ക് ഓഡിഷൻ? 10 മണിക്ക്. 10 മണിയായി. വേമോ. സാറ് കുറച്ച് ദിവസമായിട്ട് ടെൻഷനാണല്ലോ. എന്താ സാറേ കാര്യം? തനിക്കറിഞ്ഞൂടെ? കഴിഞ്ഞ ദിവസം സർക്കിൾ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ചെവിക്കല്ല് പൊട്ടണ പോലെ കാര്യങ്ങൾ പറഞ്ഞു. എന്താ മറ്റേ സ്മഗ്ലിംഗ് കേസാണോ സാറേ? അതേടോ, ഒന്നും പറയണ്ട. ഈ നാട്ടിലെ സകലമാന കള്ളന്മാരും കൊള്ളക്കാരും ഇപ്പം നമ്മുടെ സ്റ്റേഷൻ പരിധിയിലാണ്. ഈ എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസുകാരെയും പറ്റിച്ചുകൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്ന മുഴുവൻ ഇങ്ങോട്ടാണ്. ചില്ലറ കച്ചവടം വല്ലതും നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നടക്കുന്നത്. ചെയ്യണമെന്നാണെങ്കിലാ ചെറിയ പിള്ളേർ. ഇത്രയും നാളായിട്ട് കേസിനൊരു പുരോഗതി ഇല്ലാത്തതുകൊണ്ടേ പുള്ളി ആകെ ടെൻഷനിലാണ്. ദേ ഇപ്പോൾ നൈറ്റ് പെട്രോളിങ് കൂട്ടാൻ പറഞ്ഞേക്കുക. എടോ, മര്യാദക്കൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസം എന്നറിയാമോ? സാറ് കുറച്ച് ദിവസം ലീവ് എടുക്കുക സാറേ. അങ്ങോട്ട് ചെന്നാൽ മതി, ഇപ്പം കിട്ടും ലീവ്. എടോ, കോച്ചിന് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഹാഫ് ഡേ ലീവ് ചോദിച്ചിട്ട് തന്നല്ലോ. അപ്പോഴാ സാറ് സമാധാനിക്ക്, എന്തെങ്കിലും ഒരു വഴി കാണും. എന്ത് വഴി? ഇവിടെ എത്ര പെൻഡിങ് കേസുണ്ടെന്ന് അറിയാമോ? ഏതെങ്കിലും ഒരെണ്ണത്തിനൊരു തുമ്പ് കിട്ടിയാൽ മതി. ഈ നശിച്ച ടൗൺ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രാൻസ്ഫറും വാങ്ങിച്ച് വല്ല പനങ്ങാടേക്കോ കളമശ്ശേരിയിലേക്കോ പോയാൽ മതി.
ഒരു തുമ്പുണ്ട് സാറേ. എന്ത് തുമ്പ്? പപ്പാനി സുധി. അയ്യേ, അവനാ? എടോ, അവനന്ന് നമ്മൾ കുറെ മിമിക്രി കാണിച്ച് വിട്ടതല്ലേ? ഇല്ല സാറേ, എൻ്റെ മനസ്സ് പറയുന്നു അവനാളത്ര വെടിപ്പല്ലെന്ന്. നമ്മുടെ ഒരു കണ്ണവന്മാരുടെ പുറകെ ഉള്ളത് വളരെ നല്ലതാണ്. താൻ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഇവന്മാർക്കും ആ സ്മഗ്ലിംഗ് ടീമുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. സത്യം, സാറിന് ആ പപ്പാനി സുധിനെ അറിയാത്തോണ്ടാ. തനിക്ക് അങ്ങനെ നേരത്തെ അറിയാമോ? പിന്നെ ഇവനാ തമ്മന ഭാഗത്തെ സ്ഥിരം പുള്ളിയാ. ഈ ചെറുകിട കൊട്ടേഷൻ പരിപാടിയാണ് അവൻ്റെ മെയിൻ പണി. പിന്നെ ചെറിയ രീതിയിൽ ഹവാലയുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈയിടക്ക് പാടിവട്ടത്ത് നല്ലൊരു പണി കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ ഫീൽഡിൽ നിന്ന് കുറച്ച് നാളായിട്ട് ഔട്ടാണ്. ഇവിടെ ഫീൽഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പുറകെ നടന്ന് സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് സാറിൻ്റെ കുഴപ്പം. സാർ എൻ്റെ ഇത്രയും വർഷത്തെ സർവീസ് കൊണ്ട് പറയണേ, അവനും അവൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന വെളുത്ത് താടി വെച്ച ഉണ്ടക്കണ്ടനും രണ്ടിനും നല്ല കള്ളലക്ഷണമുണ്ട്. ആണല്ലേ? അവന്മാരെ അങ്ങനെ വിടണ്ടായിരുന്നു. രണ്ടിനെ മാറ്റി മാറ്റി ചോദ്യം ചെയ്തിരുന്നെങ്കിൽ സത്യം പുറത്തു വന്നാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സാറേ, അന്ന് മറ്റവൻ്റെ അഡ്രസ്സ് ഞാൻ എഴുതി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്താണ് അവരുടെ വീട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? എന്നാ സമയം കളയാം, നമുക്ക് ഇപ്പം തന്നെ പോകാം. ഓക്കെ, വാ.